ഹലോ ഗൈസ്, അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആതിര മൂൺ നൈറ്റ്. അപ്പോൾ നമ്മളിതാ സൺഡേ ആയിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റീൽസും നമുക്ക് എടുക്കണം, അപ്പോൾ യൂട്യൂബിൽ ഇടാനുള്ള ഷോർട്സിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഫോട്ടോഗ്രാഫർ ചേട്ടൻ ആദ്യം എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെയുള്ള എവിടെയെങ്കിലൊക്കെ വെച്ച് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്ഥലം കണ്ടപ്പോൾ അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ആളാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് ഇവിടേക്ക് പോരാന്ന്. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ അതാ സഞ്ചിയിൽ കുറച്ച് മാങ്ങയും പഴമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിശപ്പ് മെയിൻ ആയതുകൊണ്ട് പഴം ഞാൻ അതിൽ അഡ്വാൻസ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ ഇവിടെ എത്തി. ആദ്യത്തെ ഷോട്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. പോകുന്നത് എന്തായാലും നന്നായും തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ തൂമനം വാട്ടർഫോൾസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ വടക്കാഞ്ചേരിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ അവിടെയുള്ള എൻഡിൽ വെച്ചിട്ട് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കെട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് വാട്ടർഫോൾസ് വരുന്നത്. അപ്പോൾ ഈ അപ്പുറത്തേക്ക് നമുക്ക് കടക്കേണ്ട ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ നോക്കി കടന്നില്ലെങ്കിൽ സ്ലിപ്പായാൽ പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ തന്നെ താഴെ നിന്ന് കളക്ട് ചെയ്യാനാണ് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് നോക്കി കിടക്കണത്. ഈ സാരി എടുത്തിട്ടാണെങ്കിൽ എനിക്ക് കിടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നേക്കാൾ റിസ്ക് എടുത്തിട്ടാണ് ലൈറ്റ് പിടിക്കുന്ന ചേട്ടനും റിഫ്ലക്ടർ പിടിക്കുന്ന ചേട്ടനൊക്കെ അവിടെ നിൽക്കണത്. കാരണം എൻ്റെ പോർഷനിൽ തന്നെ കറക്റ്റ് നിൽക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. അതിനുശേഷം തെങ്ങുമ്പോൾ എല്ലാവരും ഇപ്പുറത്ത് കൂടെ കയറുമ്പോൾ ഞാൻ ബാക്കിലൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കയറി ഇരുന്നിട്ട് പിന്നത്തെ ഘട്ടം അവിടെ നിന്നാണ് എടുത്തത്. ഇനി പിന്നെ പറഞ്ഞു ആ വാട്ടർഫോൾസ് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ സൈഡ് പോർഷനിൽ പോയി നിന്നിട്ട് ബാക്കി ഭാഗം അവിടെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നനയാതെ അവിടെ കയറി നിന്നിട്ട് ബാക്കി പാടുന്നൊരു സീൻ അവിടെ നിന്ന് കുറച്ചും കൂടെ എടുത്തു. ഇനി നമുക്ക് കുറച്ചും കൂടെ ബാക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ നമുക്ക് നേരം കുറേ പോയി തുടങ്ങി. പിന്നെ വെയിൽ കൂടി തുടങ്ങി. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഫോട്ടോസ് എടുത്തു. അതുപോലെ തന്നെ ഇത് ബാക്കി ഭാഗമായിരുന്നു റീൽസിൻ്റെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഒരു കൺസെപ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചേട്ടൻ എനിക്ക് എടുത്ത് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് വീഡിയോ കിട്ടാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ആ വീഡിയോ കിട്ടിയിട്ട് അത് റീൽസായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ പറയുക. അപ്പോൾ അതിനുശേഷം വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഫാമിലി ആയിട്ടൊന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് വാടാനപ്പള്ളി ബീച്ചിലേക്ക് പോന്നിരിക്കുകയാണ്. അപ്പോൾ ചെന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് അങ്ങോട്ട് നമുക്ക് കളിക്കാനായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെയിൽ കാരണം. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നതിന് ശേഷം ഒന്ന് വെയിലൊക്കെ കുറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് നമ്മൾ വെള്ളത്തിലിറക്കി കളിച്ചു. അപ്പോൾ കസിൻസിൻ്റെ പിള്ളേരാണ് കേട്ടോ. അതാണ് കസിൻസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വെള്ളത്തിലിറങ്ങി അടിച്ച് പൊളിച്ച് അങ്ങനെ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ എല്ലാം സെറ്റായതിന് ശേഷം ഞാനും കുറച്ച് റീൽസൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള ടൈമായപ്പോൾ അത്രേ ഉള്ളൂ.